ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇതൊരു പായസം കോമ്പറ്റീഷൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഈ കോമ്പറ്റീഷനിൽ. അപ്പോൾ ഇതാ ഒരുപാട് പായസം ഉണ്ട്. എല്ലാം ഒന്നൊന്നര വെറൈറ്റി പായസമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഈ പായസം കോമ്പറ്റീഷന് പോകുന്ന ആളാണെങ്കിലും ഇനി പോകാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ഈ ഒരു വീഡിയോ അവർക്ക് ഉപകാരമായിരിക്കും. ഇതാ ഓരോ പായസം ഞാനിങ്ങനെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എല്ലാം ഒന്നിനൊന്ന് മെച്ചമുള്ള പായസമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് വെച്ചാൽ പഞ്ചഗതായി ഔഷധ പായസമാണ്. അപ്പോൾ പൊതുവേ ഈ ഒരു പായസമാണ് പൊതുവേ ഞാൻ മറ്റ് 2 സ്ഥലത്ത് മത്സരിച്ചിട്ട് എനിക്ക് ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മത്സരത്തിലും എനിക്ക് ഫസ്റ്റ് കിട്ടുമെന്ന് ഒന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അത് ലാസ്റ്റ് ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടേ. അപ്പോൾ പായസം കോമ്പറ്റീഷന് പോകുന്ന ആളാണെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതായത് ഒന്ന് ഡിസ്പ്ലേ ചെയ്ത് വെക്കുന്നത്, രണ്ടാമതായിട്ട് നമ്മൾ എന്ത് പായസമാണോ അത് നമ്മൾ ഹെൽത്തി ആണോ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണേ, എങ്ങനെയാണ് എലിയാണെന്നുള്ളത്. അപ്പോൾ അതൊക്കെ നമ്മൾ നന്നായി ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് പായസം ഏതൊരു കോമ്പറ്റീഷനും അപ്പോൾ ഡിസ്പ്ലേ എന്താ പറയുക, അത് മസ്റ്റാണ്. അത് നല്ല അടിപൊളിയായിട്ട് ഡിസ്പ്ലേ ചെയ്യണേ. അപ്പോൾ അതിന് പ്രത്യേക മാർക്കും ഉണ്ടാവും. ഇടയ്ക്ക് ഞാൻ ഇതുപോലെ ഫുഡ് കോമ്പറ്റീഷന് പോകാറുണ്ട്. അപ്പോൾ ഇവിടെ തന്ന കണ്ടന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏത് പായസം ഉണ്ടാക്കാം, നമുക്ക് ഇഷ്ടമുള്ള ഏത് പായസം ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ഹെൽത്തി ആണോ, ഡിഫറെൻ്റ് ആണോ, പിന്നെ എന്താ പറയുക വെറൈറ്റി ആണോ, അങ്ങനെയെല്ലാം നോക്കിയിട്ടാണ് നമ്മൾ പായസം കോമ്പറ്റീഷൻ ആദ്യം തന്നെ ഉണ്ടാക്കേണ്ടത് പായസം. അപ്പോൾ എൻ്റെ പായസത്തിൻ്റെ റെസിപ്പിയാണ് ഇത്. അപ്പോൾ എൻ്റെ പായസത്തിൻ്റെ പേരെന്നെ ഒരു വെറൈറ്റി പേരാണ്, പഞ്ചഗതായി ഔഷധ പായസം. അപ്പോൾ ഔഷധ പായസം എന്ന് വരാൻ കാരണം ഇതിൽ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചേരുവകളാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഈ ഒരു പായസത്തിന്. അപ്പോൾ പായസം ഉണ്ടാക്കുന്ന കുക്കിംഗ് വീഡിയോ ചെയ്യണമൊക്കെ വിചാരിച്ചതാണ്. അതിൻ്റെ റെസിപ്പി നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യണമെന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തോ എനിക്ക് തിരക്ക് കൊണ്ട് ഒന്നും പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് ഞാൻ എടുത്തൊരു തീരുമാനമായിരുന്നു പോകാമെന്നുള്ളത്. ഞാൻ വെറുതെ രജിസ്റ്റർ ചെയ്തിട്ട് വെച്ചതായിരുന്നു, പിന്നെ പെട്ടെന്ന് തീരുമാനിച്ചതാണ്. അങ്ങനെ ഇതാ ജഡ്ജ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. എൻ്റെ പായസമാണ് നോക്കുന്നത്. ആകെ ഒരു ടെൻഷനാണുള്ളത്. എല്ലാം ഒന്നൊന്നര എന്താ പറയാൻ, അത്രയും അടിപൊളിയായിട്ടുള്ള പായസങ്ങളുള്ളത്. അപ്പോൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ജഡ്ജിന് പോലും കൺഫ്യൂഷനായിട്ടുണ്ടാവും. പിന്നെ എൻ്റെ പായസത്തിന് ഒരു വെറൈറ്റി ഉള്ളത് കൊണ്ടായിരിക്കാം. അൽഹംദുലില്ലാ എനിക്ക് ഫസ്റ്റാണ് കിട്ടിയത്. അപ്പോൾ ആ ഒരു വിവരം നിങ്ങളെയും കൂടി അറിയിക്കാമല്ലോ, ഈ ഒരു സന്തോഷം എന്താ പറയാൻ നിങ്ങളെയും കൂടി അറിയിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ മറ്റൊരു വീഡിയോയിൽ ഈ ഒരു പായസത്തിൻ്റെ റെസിപ്പി ഇടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു കോമ്പറ്റീഷനിൽ എനിക്ക് എടുത്തു പറയാനുള്ളതെന്ന് വെച്ചാൽ ഈ ജഡ്ജ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ പല കോമ്പറ്റീഷനിൽ പോയാലും എന്താ പറയാൻ ജഡ്ജ്മെൻറ്റ് എനിക്കത്ര തോന്നിയിട്ടില്ല നല്ലതായിട്ട്. അപ്പോൾ ഈ ഒരു ജഡ്ജ്മെൻറ്റ് ഈ ഒരു മാമിൻ്റെ പേര് മുംതാസ് ആസാദ്, മറ്റേ മാം ജഫ്നാനി സാർ. അപ്പോൾ ഞാനിതാ എൻ്റെ വീഡിയോ തന്നെ ഞാൻ നോക്കുന്നത് ഒരുപാട് തവണ ഇങ്ങനെ വീഡിയോ എടുത്ത് വെച്ചിട്ട്, അപ്പോൾ ഉടനെ കാണുന്നില്ല പായസമൊക്കെ ഒരുപാട് തവണ ഇങ്ങനെ മിക്സാക്കി നോക്കുന്നതും. അപ്പോൾ 1-2 വട്ടമല്ല 3-4 വട്ടം തന്നെ ഇങ്ങനെ നോക്കിയിട്ടാണ് അവർ വിന്നറെ തിരഞ്ഞെടുക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ണൂർ തണലിൻ്റെ പോപ്പപ്പിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന പായസം കോൺടെസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതാ ജഡ്ജ്മെൻറ്റൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് വിന്നേഴ്സിനെ തിരഞ്ഞെടുക്കുന്ന ഒരു അനൗൺസ്മെൻറ്റിനായിട്ട്. പോപ്പപ്പിന്റെ ഭാഗമായിട്ട് നടന്ന പായസം കോൺടെസ്റ്റ്, അതിന്റെ റിസൾട്ടിന് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യാൻ പറയാം. പ്രസന്റേഷനും ടേസ്റ്റും ആണ് ഇതിന്റെ ക്രൈറ്റീരിയ. പിന്നെ പായസം എന്നുള്ള കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്, അതൊക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന കൂടെയുള്ളത് എല്ലാവർക്കും അറിയാം. അവരെ തന്നെ അറിയപ്പെടുന്ന എഴുത്തുകാരും കൂടിയാണ് മുംതാസ് ആസാദ്. നല്ല കഴിവുള്ളവരെ സ്വീകരിക്കാം. എഴുത്തുകാരും കൂടി മാത്രമല്ല ഷെഫാണ്. അതെ, എന്തായാലും എഴുത്തിലൂടെയും ഭക്ഷണത്തിനെ കുറിച്ചും കണ്ണൂരിലെ ഭക്ഷണത്തിനെ കുറിച്ചും ഒക്കെ നന്നായിട്ട് വർണ്ണിച്ച് എഴുതിയിട്ടുണ്ട്. അതുകൂടെ നമ്മുടെ കൂടെ ഉള്ളത് ജഫ്നാനി നിസാർ, പാചകറാണിയാണ്. മനോരമ പാചകറാണിയാണ്. ഗ്ലോബൽ മലബാർ കിച്ചണിന്റെ ഗ്ലോബൽ ലെവലിൽ വരെ എത്തിയതാണ്. ഒരുപാട് ജഡ്ജ്മെന്റിലൊക്കെ പോയതാണ്. അപ്പോൾ എന്തായാലും അവർക്ക് അത് നന്നായിട്ട് ജഡ്ജ് ചെയ്തിട്ട് അവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കൊടുത്തേ പറ്റുള്ളൂ. അതിന്റെ ബേസിൽ ഫിംഗർ ക്രോസ്. The third prize goes to code number 101 ഫാത്തിമ അസ്കർ. ഫാത്തിമ അസ്കർ പ്രസിഡന്റിനെ മുമ്പോട്ട് വരാം. ഫാത്തിമ അസ്കർ എല്ലാവരും കൈയടിച്ചത്. ഫസ്റ്റാണ് 1-1-2 എല്ലാവരും കൂടി
എല്ലാ സഹോദരിമാർക്കും ഈ തണലിൻ്റെ പേരിൽ ആശംസകൾ നേരുന്നു. നിങ്ങൾ ഈ കൂടിയിരിക്കുന്ന ഈ സദസ്സ് കാണുമ്പോൾ ഒരുപാട് സന്തോഷം. തണലേകുന്ന കൈകൾ തളരാതിരിക്കട്ടെ, എന്നും ഇതുപോലെ. പിന്നെ ഈ പായസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഒരു പായസം 1 മണിക്കൂറോ 2 മണിക്കൂറോ കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു കട്ടി, നമ്മളിപ്പോൾ പറയുമ്പോൾ കട്ടിപ്പ് എന്ന് പറയുന്നത്, ആ കട്ടിപ്പ് ഡ്രൈ ആവാൻ അതേ ഒരു പൊസിഷനിൽ നിൽക്കുന്നുണ്ട്. അതിലുള്ള ക്രിസ്പിനെസ് അതേ ഇത്രയും മണിക്കൂറായിട്ടും ക്രിസ്പിനെസ് പോകാതെ ഇരിക്കണമെങ്കിൽ ആ പായസത്തിൽ അത്രയും ഓതന്റിക് ആയിട്ടുള്ള പായസം നമ്മൾ പറയും. ഒരു നട്ട്സിന്റെ ക്രിസ്പ് പോകുമ്പോൾ അത് ഇടുന്നത് പാകമായിട്ടില്ലെന്ന് നമ്മളിപ്പം പറയാൻ. ആ ക്രിസ്പിനെസ് വേണം ഏത് പായസത്തിലും. അതാണ് മേലെ കശുവണ്ടിപ്പരിപ്പും കിസ്മിസ് ഒക്കെ ഇടുന്നത്. അതുപോലെയാണ് ഇവർ അതിലിട്ട് മില്ലറ്റ്സ് ആണോ അബിലാണോ എന്താണെന്ന് അറിയില്ല, പക്ഷേ മില്ലറ്റല്ലേ, പക്ഷെ അതിന്റെ ഫ്ലേവർ അബിൽ ടേസ്റ്റിലാണ് എനിക്ക് തോന്നിയത്. അതും ഒരു സന്തോഷം തന്നെയാണ്. ഒരു ആരോഗ്യപരമായ പായസം നമ്മളുടെ പണ്ടത്തെ ട്രഡീഷണൽ അബിലിന്റെ ടേസ്റ്റിലേക്ക് എടുക്കാൻ പറ്റില്ലേ. കൺഗ്രാറ്റുലേഷൻസ്. എന്താ പറയുക, സഫീറ റിയാസ്, കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ അതല്ലേ, പിന്നെ അർഹതയുള്ളവർക്ക് ഞാൻ കൊടുക്കാറുള്ളൂ. അതിപ്പോ എൻ്റെ മോളായാലും അനുജത്തി ആയാലും ഇങ്ങനെ പങ്കെടുത്താൽ അർഹതയിലേക്ക് കൊടുക്കൂല. ഒരുപാട് അവസരങ്ങൾ അർഹതയില്ല ഉണ്ടായിട്ട് നിഷേധിക്കപ്പെട്ടത് കൊണ്ടാവാം ഇന്നും ഞാൻ നിലപാടുകാരിയായത് അർഹതയുള്ളവർക്കേ കൊടുക്കും. ഇപ്പോ എന്നോട് ആരും കൊടുക്കണം എന്ന് പറഞ്ഞാൽ വ്യക്തി താല്പര്യം ഇതിലില്ല. ഓരോന്നും നോക്കി ഇപ്പൊ ഈ സഫീറാൻ എനിക്ക് അറിയാൻ പോലുമില്ല. ഒരു ഫോൺ നമ്പറിലൂടെ മാത്രമാണ് ഇവരെന്താണ് ഏതാണെന്നുള്ള മാർക്ക് ഞാൻ നിശ്ചയിച്ചത്. അതുകൊണ്ട് അർഹതയുള്ള സമ്മാനമാണ്. ബാക്കി എല്ലാവരും ഒന്നിനൊന്ന് മെച്ചമാണ്. നിങ്ങളുടെ ഓരോ ഇവരെയും പങ്കെടുത്ത എല്ലാവർക്കും സമ്മാനം കൊടുക്കുകയാണെങ്കിൽ ശരിക്കും തേർഡ് പ്രൈസിന്റെ ഫീസിൽ തരാൻ പറ്റുമായിരുന്നു. പക്ഷെ സമ്മാനം എന്ന് പറയുമ്പോൾ 3 പേർക്കല്ലേ കൊടുക്കാൻ പറ്റും. ആ 3 പേര് എന്താ പറയാ, കുറുക്കി എടുത്ത 3 പേരാണ് ഇവര്. ആ കാച്ചിക്കുറുക്കിയിൽ 1, 2, 3. അതുകൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഇനിയും പങ്കെടുത്തുകൊണ്ടിരിക്കുക. 1-ന്ന് 2-ലെത്താം, 2-ന്ന് 3-ലെത്താം, 3-ന്ന് 1-ലെത്താം. പക്ഷെ മത്സര ബുദ്ധി പാടില്ല. എനിക്ക് കിട്ടിയ തീരുമാനം സ്റ്റാർട്ട് പാടില്ല. നിങ്ങൾക്ക് അർഹതയുണ്ടോ നിങ്ങളെ തേടി വന്നിരിക്കും. ഒരിക്കൽ കൂടി ആശംസകൾ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ജഡ്ജിലേക്ക് കൊടുത്തു. അതുകൊണ്ട് ഇതിൽ നിന്ന് വിജയം സ്വീകരിച്ചത് വളരെ ചെറിയ ശതമാനത്തിന്റെ വ്യത്യാസത്തിന് മാത്രമാണ്. വളരെ മികച്ചൊരു പായസങ്ങളായിരുന്നു, ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പായസങ്ങൾ. അതുകൊണ്ട് എല്ലാവർക്കും തന്നെ ആശംസകൾ അറിയിക്കുന്നു. വിജയികൾക്ക് വിജയാശംസകൾ നേരുന്നു. വിന്നറായ സഫീറ റിയാസിനെ ക്ഷണിക്കുകയാണ്. 2 വാക്ക് പായസത്തിനെ കുറിച്ചും എന്താ പറയാ, അതിനോടെല്ലാം നന്ദി പറയാം ജഡ്ജസിനോട്. പിന്നെ പ്രതീക്ഷിച്ചൊന്നുമില്ല, എന്നാലും ഒരു ഹെൽത്തിയാണ്. 2 മത്സരത്തിൽ ഞാൻ പോയിട്ടുണ്ട്. ഇതേ പായസം തന്നെയാണ്. അപ്പോഴേക്ക് എൻ്റെ മക്കൾ പറയുമ്പോൾ ഈ ഒരു പായസം മാത്രമേ ഉള്ളൂ. അവിടെ നിന്ന് എത്തിയ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് പ്രതീക്ഷിച്ചൊന്നുമില്ല. അൽഹംദുലില്ലാ വളരെയധികം സന്തോഷിക്കുന്നു. താങ്ക് യു. പായസത്തിന്റെ പേര് പഞ്ചകത്തായി ഔഷധ പായസം. പഞ്ചകത്തായതിന്റെ പേര് വരാൻ കാരണം അതിൽ 5 ഔഷധമാണ് ഞാൻ മെയിനായിട്ട് ചേർത്തിട്ടുള്ളത്. 1 കറ്റാർവാഴ, 2 നെല്ലിക്ക, 3 തെന എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരെ പറ്റുമായിരിക്കും. പിന്നെ 4 ചുക്കുപൊടി, കരിഞ്ജീരകം. ഞാൻ മെയിനായിട്ട് ഗീൽ വറുത്തിട്ടില്ല, വറക്കുമ്പോൾ ഹെൽത്തി പോകില്ല. താങ്ക് യു. അപ്പോൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക്സ് ഫോർ അവർ ജഡ്ജ് ഫോർ കമ്മിങ്. നമ്മളെ ചെറിയ ഇൻവിറ്റേഷൻ ടേബിൾ വന്നെത്തിച്ചതിന് മുംതാസ് ആസാദിനും ജഫ്ന നിസാറിനും താങ്ക്സ്. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയറും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നല്ലൊരു വീഡിയോയുമായി ഞാൻ വരും. ബൈ.